അപ്പം ഈ ഭാവി നിർണയം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? അത് എന്ത് ബേസ് ചെയ്തിട്ടാണ് ഒരാളുടെ ഭാവി, അല്ലെങ്കിൽ ഒരു 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 കാര്യത്തിൻ്റെ ഭാവി, ഇപ്പം നമ്മൾ നേരത്തെ രാജ്യത്തിൻ്റെ ഭാവിയെ പറ്റിയൊക്കെ പറഞ്ഞു. ഈ ഭാവി നിർണയം എന്ന് പറയുമ്പം അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണ്? നല്ല ക്വസ്റ്റ്യൻ ആണ്. കാരണം ഒരുപാട് പേര്, പ്രേക്ഷകരൊക്കെ ഒരുപാട് പേര് ചിന്തിക്കുന്ന സംഭവമാണ് ഈ ഭാവി. ദൈവം തീരുമാനിച്ച്, ഇപ്പൊ നമ്മൾ മുൻജന്മത്തിൽ ഇന്ന ആളാണ്, അതിനുശേഷം ഞാൻ അടുത്ത ജന്മം എടുത്തു, അപ്പൊ ഞാൻ ഒരു 2-3 നേരം കുത്തിക്കൊന്നു, അപ്പൊ അടുത്ത ജന്മം എടുത്തു. അപ്പൊ ഞാൻ കുത്തിക്കൊന്നു എന്താ കാരണം? മുൻജന്മത്തിൽ എന്നെ അവൻ കുത്തിക്കൊന്നുകൊണ്ട് ഈ ജന്മം ഞാൻ അവനെ കുത്തിക്കൊന്നു. കറക്റ്റ്. അതിനുശേഷം ഞാൻ മരിച്ചു, ദൈവത്തിന്റെ അടുത്ത് പോയി. ദൈവം പറയാണ്, നീ ഇത്ര പേരെ കുത്തിക്കൊന്നത് കൊണ്ട് നിന്നെ ഞാൻ അടുത്ത ജന്മം ഞാൻ നിന്നെ പിച്ചക്കാരനായിട്ട് ജനിപ്പിക്കുന്ന പറഞ്ഞാൽ അതിൽ ലോജിക്കില്ലല്ലോ. അപ്പൊ എനിക്ക് ചോദിക്കല്ലോ, ദൈവമേ മുൻജന്മത്തില് അവനെ ഞാൻ കുത്തിക്കൊന്നാണ്, അല്ല അവൻ എന്നെ കുത്തിക്കൊന്നാണ്, ഈ ജന്മം ഞാൻ കുത്തിക്കൊന്ന, ഇതിങ്ങനെ ലോജിക്കലി ശരിയാവുമെന്ന് ചോദിക്കാൻ ധൈര്യമുള്ള ആരും ഇവിടെ ഇല്ല. അതാണ് കാര്യം. പ്രേക്ഷകരായാലും ശരി. സോ എന്റെ ചോദ്യം ഇത് തന്നെയാണ്. അപ്പൊ ലോജിക്കലി അത് തെറ്റാണ്. അതിന് ഉത്തരം ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. സോ ഒരു മനുഷ്യന് മുൻജന്മവുമായിട്ട് ബന്ധപ്പെട്ട് കണക്ഷൻ ഉണ്ട്. അത് അവൻ ഒരു 33 വയസ്സിനുള്ളിൽ അത് തീർക്കും. മുൻജന്മ കർമ്മ. ഈ മുൻജന്മ കർമ്മം 33 വയസ്സിൽ തീർക്കുന്നത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, അവൻ എവിടെ ജനിക്കണം, എന്ത് ചെയ്യണം, എന്തൊക്കെ ട്രോമകളും എന്തൊക്കെ പ്രശ്നങ്ങളും ഇവൻ അനുഭവിക്കണം എന്ന് അത് ഉണ്ട്, അതുള്ളതാണ്. അത് അച്ചടിച്ച് അവന്റെ ബ്രെയിനിൽ റെക്കോർഡ് ചെയ്തിട്ടാണ് വരുന്നത്. അതിനുശേഷം 33 വയസ്സിന് ശേഷം, 33 വയസ്സിന് അക്യുറേറ്റ് അല്ല, 30 മുതൽ 35 വയസ്സ് വരെ, ചിലപ്പോൾ 38 വയസ്സ് വരെയൊക്കെ പുരുഷന്മാർക്ക് പോവാം. അല്ലെങ്കിൽ സ്ത്രീകൾക്കും സ്ത്രീകൾക്ക് കുറച്ച് കുറയും. 25 വയസ്സ് മുതലാണ് അത് ആരംഭിക്കാം, 35 വയസ്സിനുള്ളിലാണ് ആ ഡയറക്ഷൻ വരിക, കുട്ടികളൊക്കെ ആവുന്ന സമയത്ത്. അപ്പോൾ ആ കർമ്മ എന്താണോ അതാണ് അവന്റെ ഭാവി. ക്ലിയർ ആയി തോന്നുന്നു. അതായത് 33 വയസ്സിനുള്ളിൽ ഇവൻ ചെയ്തത് എന്താണോ, അല്ലെങ്കിൽ 35 വയസ്സിനുള്ളിൽ ഇവൻ ചെയ്തു വെച്ച കർമ്മങ്ങളും ഇവന്റെ ചിന്താരീതിയും. അതുകൊണ്ടാണ് മനുഷ്യനും ബ്ലാക്ക് മൈൻഡ്. ഇപ്പോൾ ഉദാഹരണം, ഇപ്പൊ നമ്മളൊരു കോഴി അല്ലെങ്കിൽ താറാവ്, രണ്ടും ഒരു മുട്ട, ഒരു കോഴി തന്നെ വിരിയിക്കും, അല്ലെങ്കിൽ താറാവിന്റെ മുട്ടയും കോഴിക്കുഞ്ഞും കുട്ടികൾ രണ്ടുപേരും നടന്നുകൊണ്ടിരിക്കുക. ഒരു കിണ്ണത്തിൽ ഒരു വെള്ളം കണ്ടാൽ താറാവ് ജമ്പ് ചെയ്ത് വെള്ളത്തിൽ ചാടും, കോഴി ചാടില്ല. ഇതിനെ എന്ത് പറയും? പ്രീ മെമ്മറി, അതായത് മെമ്മറി റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനും ബ്ലാങ്ക് പേപ്പറോടെ വെച്ചാണ്. മസിൽ മെമ്മറി ഉണ്ട് ഇല്ല എന്നല്ല, പക്ഷെ മനുഷ്യനെ കുറെ കാര്യങ്ങൾ ബ്ലാങ്ക് ചെയ്ത് വെച്ചാൽ കാരണം എന്താ വെച്ചാൽ, ഇതിനെല്ലാം അടക്കി ഭരിക്കാനും നിനക്ക് ഏത് രീതിയിൽ പോകണമോ, നിനക്ക് ആരായിത്തീരണോ, അത് നിന്റെ വളർച്ചയും നിന്റെ അച്ഛനമ്മയും നിന്റെ ആ ചുറ്റുപാടും, ആ വളർന്നു വരുന്ന ചുറ്റുപാടും, നിനക്ക് ഏതെല്ലാം രോഗങ്ങൾ വരണോ അത് അവൻ ജനിച്ച് വളരുന്ന ആ ചുറ്റുപാടിലുള്ള പഴങ്ങളും പേരക്കയും മാങ്ങയും തേങ്ങയും എല്ലാം തിന്നുമ്പോൾ അവന്റെ ഊർജ്ജം. അപ്പൊ അവൻ ചിക്കനും ബർഗറും തേങ്ങ കഴിക്കുമ്പോൾ അവന്റെ ആ ഊർജ്ജം കുറയുന്നു. നാട്ടിലുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ ഊർജ്ജം കൂടുന്നു. അത്രേ ഉള്ളൂ. കുറയുന്നു കൂടുന്നു, അത്രേ ഉള്ളൂ. അതിലും മാറ്റമൊന്നുമില്ല. ഈ ഭാവി എന്ന് പറയുന്നത് 30-35 വയസ്സിന് മുകളിലേക്ക്. യെസ്. അതിനുശേഷം അവന്റെ ചിന്ത, അതായത് അങ്ങനെയല്ല, 33-35 വയസ്സുവരെ അവന്റെ ചിന്തകള്, തോട്ട്സ് എന്താണോ ആ തോട്ട്സ് ആണ് അവന്റെ ഫ്യൂച്ചർ. അതുവരെയാണ് ദൈവത്തിന് കണക്ഷൻ ഉള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ അവന്റെ കർമ്മയാണ്, അവനാണ് ഇതെല്ലാം ചെയ്യുന്നത്.